ബഹുമാനികളെ, അപ്പോൾ കഫം ചെയ്യുന്ന വിഷയം അവിടെ അവസാനിച്ചു. മയ്യത്തിൻ്റെ കാൽഭാഗത്തും തലഭാഗത്തും നടുഭാഗത്തും 3 കെട്ടുകൾ കെട്ടി. കെട്ടേണ്ടത് മയ്യത്തിൻ്റെ ഇടതുഭാഗത്തേക്ക് സൈഡിലായിട്ട് കെട്ടുക, ഊരാങ്കൂട് ഇട്ടിട്ട്. കാരണം ആ കെട്ട് നിർബന്ധമൊന്നുമല്ല. അതെന്ത് ചെയ്യുക, അത് ഖബറിലെത്തിയ അയക്കാനുള്ളതാണ്. അപ്പോൾ സുമ്മ തുഷദ്ദു അലൈഹിൽ ലഫായിഫു, പിന്നെ ചുറ്റിപ്പൊതിഞ്ഞ തുണികളെ കെട്ടപ്പെടണം. ഫഇദാ വുളിഅ ഫിൽ ഖബ്രി, അങ്ങനെ മയ്യത്തിനെ ഖബറിൽ വെക്കപ്പെട്ടാൽ നുസിഅ ശിദാദു, ആ കെട്ടുകളൊക്കെ ഊരപ്പെടണം, അയക്കപ്പെടണം. അതാണ് കെട്ടുകൾ 3 കെട്ടി എന്ന പാട്ടില്ലേ, ആ പാട്ടതാണ്. ആ ഖബറിലാണ്ട് വെച്ചാൽ പിന്നെ അതാണ്ട് ഊരും. പിന്നെ ഇൻഷാ അല്ലാഹ് ഖബറിൻ്റെ ഉള്ളിലത്തെ ജീവിതമാണ്. പക്ഷെ ഇപ്പം നമുക്ക് മയ്യത്ത് നിസ്കാരത്തിലേക്ക് കയറാൻ പോവാം. ഇവിടെ ഹജ്ജിനും ഉംറക്കും ഇഹ്റാം ചെയ്ത മനുഷ്യനാണെങ്കിൽ, ആണാണെങ്കിൽ വയഹ്റും ഫിൽ മുഹരിമിൽ മുഹയ്യത്തു, ചുറ്റി തുന്നപ്പെട്ട വസ്ത്രം ഇഹ്റാം ചെയ്താൽ പാടില്ലല്ലോ. അപ്പോൾ മയ്യത്തിനായാലും എന്തില്ല, ചുറ്റി തുന്നപ്പെട്ട വസ്ത്രത്തിൽ കഫൻ ചെയ്യൽ ഹറാമാണ്. അപ്പോൾ കമീസൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. വസത്തുറു റസിഹി, തലയും മറക്കാൻ പാടില്ല. അപ്പോൾ ഇഹ്റാമിലായി മരിച്ച ആളുടെ കഫം ചെയ്താൽ മയ്യത്തിൻ്റെ തല വസ്ത്രത്തിൽ മൂടൂല, തല ഇങ്ങനെ പുറത്ത് കാണും. വഫിൽ മുഹരിമത്തി, പെണ്ണാണെങ്കിലോ, ഇഹ്റാം ചെയ്ത് പെണ്ണാണ്, അങ്ങനെയാണ് മരിച്ചതെങ്കിൽ സത്തുറു വജിഹിഹ, ഓളെ മുഖം മറക്കണം. മുഖം മറക്കൽ ഹറാമാണ് കേട്ടോ, മറക്കണം എന്നല്ല, മറക്കൽ ഹറാമാണ്. അതേപോലെ അവളുടെ കയ്യുറ കൊണ്ട് ഗ്ലൗസ് ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പം പെണ്ണാണെങ്കിൽ അവളെ മുഖവും കയ്യും മുൻകൈയും വെളിവായി കിടക്കണം, അത് മറക്കാൻ പാടില്ല. ആണാണെങ്കിൽ ചുറ്റി തുന്നപ്പെട്ട വസ്ത്രവും ഹറാമാണ്. അതുപോലെ തന്നെ ഈ തല മറക്കലും ഹറാമാണ്. അത് ഇഹ്റാമിലായി മരിച്ച. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിലേക്ക് കയറണം. നല്ല രസാ, നേരം വെളുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് പറഞ്ഞാലേ ഓവറും ഇല്ല. പിന്നെന്താ വിശേഷമൊക്കെ, റാഹത്തന്നല്ലേ? എല്ലാവർക്കും സന്തോഷമല്ലേ? എല്ലാവർക്കും റാഹത്താക്കി തരട്ടെ. ഇന്ന് ബക്കർക്ക വാങ്ങിക്കൊടുത്ത് സഹായിച്ചു, അൽഹംദുലില്ലാഹ്. അള്ളാഹു ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. നേരത്തെ വരുന്ന ആളാ മൂപ്പര്. നേരത്തെ വന്ന് 2 പേജ് ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യനാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അതേമാതിരി എല്ലാവരുടെയും ജീവിതത്തിലുള്ള ബർക്കത്ത് ചെയ്യട്ടെ. ഇന്നലെ നമ്മൾ തുണി എടുക്കാനൊക്കെ പഠിച്ചിട്ടാ, അൽഹംദുലില്ലാഹ്. അതൊക്കെ സന്തോഷമാണ്. ഒക്കെ പറഞ്ഞു കൊടുത്തുകാണ്ടേ ഒക്കെ ആർക്കും എന്തില്ല, ഒരു വിഷമല്ലല്ലോ, നല്ല രസമാണ്. ഇല്ലേ, അതൊന്നും കുടുങ്ങണ്ട, അതൊക്കെ നല്ല സന്തോഷമാണ്. ചെറിയൊരു ഇടങ്ങേറുണ്ടാവും കുറച്ച് ദിവസം, അത് കഴിഞ്ഞാൽ പിന്നെ എന്താവും, റാഹത്തേക്കോളും. ചെറിയൊരു ഇടങ്ങേറുണ്ടാവും അല്ലേ, അത് കുറച്ച് ദിവസം 2-3 ദിവസം റെഡിയാവും തന്നെ. ഇല്ല, ബുദ്ധിമുട്ടൊന്നുണ്ട്. ആമീൻ പറഞ്ഞാണ് എല്ലാവരും. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ഈമാനും നല്ല തഖ്വയും അല്ലാഹു കൊടുക്കട്ടെ. ആമീൻ കേട്ടോ. നമ്മൾക്കും അങ്ങനെ കുറേ സുന്നത്തൊക്കെ ഒഴിവാക്കുന്നവരാ നമ്മളൊക്കെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ നമുക്ക് ഒരുപാട് ഖൈറുകളുണ്ട്. അപ്പം ഇന്ന് ഇതുവരെ നമ്മളെ സുന്നത്ത് ഒഴിവാക്കിയതിന് ഒരു സുന്നത്ത് ഇന്നാൻ തുടങ്ങി വെച്ചാൽ വലിയ കൂലിയ. ഇനി റജബാണ് വരുന്നത്. ഒരു ഹസനത്തിന് ഇപ്പോൾ 10. ഒരു നന്മ ചെയ്താൽ ഇന്ന് 10 കൂലിയാണ് കിട്ടുക. അത് ഒരു കല്ല് നമ്മൾ പോണ സമയത്ത് ഒരു കല്ല് നമ്മൾ കാലുമ്മ കുത്തിയ കല്ലുണ്ട്, അത് ആണ് നീക്കിയിട്ടാൽ 10 കല്ല് നീക്കിയിട്ട കൂലിയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു മുറുക്ക് വെള്ളം കൊടുത്താൽ 10 ആൾക്ക് വെള്ളം കൊടുത്ത കൂലിയാണ്.
ഓരിങ്ങനെ ഒന്നിന് 10 ഇന്നിട്ടാ. ഇനി അമ്പിളി കാണും, റജബിൻ്റെ അമ്പിളി. മാസക്കല കണ്ടാൽ 1-ന് 70. സുബ്ഹാനല്ലാഹ്, 1-ന് 70. ഒരു നന്മക്ക് 70 കൂലി. റജബ് ആവാനായി. മിക്കവാറും വ്യാഴം അല്ലെങ്കിൽ വെള്ളിയാഴ്ചയായിട്ട് നമുക്ക് റജബിലേക്ക് എത്താൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. കാലാവസ്ഥ നല്ല ചൂടാണ്. ഇന്നലെ വൈകുന്നേരം നല്ല റാഹത്തുള്ള തണുപ്പുള്ള കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചപ്പോൾ മഴ ഇങ്ങനെ കൊതിച്ചു. ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളി കാലാവസ്ഥ റമളാനിക്ക് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അതോടുകൂടെ നമ്മൾ പള്ളിയുടെ നിർമ്മാണം ധൃതിഗതിയിൽ. ഇന്നലെ ഒരു ഉമ്മ ക്ലാസ്സിന് വന്നപ്പോൾ 10 ചാക്ക് സിമെൻറ്റിൻ്റെ കാശ് എന്നാണ്. അല്ലാഹു തആല ഉമ്മാക്ക് സ്വർഗം കൊടുക്കട്ടെ. നല്ല റാഹത്തുള്ള ഉമ്മയാണ്. 10 ചാക്ക് സിമെൻ്റ് തന്നതിൻ്റെ മേലെ കൂടുള്ള തരലാണെന്നും പറഞ്ഞു. പേരും പറയണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ബാക്കിൽ വേറൊരു സ്ത്രീ ഒരു സംഖ്യ തന്നിട്ട് പറഞ്ഞു, ദ്വാരക്കണം, കുട്ടികളില്ല, ഭർത്താവും ഇല്ല, കുട്ടികളും ഇല്ല. അങ്ങനെയാണ്. 40 ചില്ലാനം വയസ്സേക്കണം. അപ്പോൾ ആ ഉമ്മക്കൊരു ഭർത്താവിലേക്ക് ആവശ്യമുണ്ട് എന്നാണ് എനിക്കതിന് മനസ്സിലായത്. അല്ലാഹു തആല ഹൈറായ ഇണയെ കൊടുക്കട്ടെ എന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ലോണം ദ്വാർപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കും വേണം. കൊടുക്കാതെ ദ്വാർപ്പിച്ചിട്ട് ഫലമില്ല. പല ആളുകളുണ്ട് അങ്ങനെ കുറേ കേസുകൾ എണ്ണി പറഞ്ഞിട്ട് ദ്വാർക്കണം എന്ന് പറയും. ഒരു 5 പൈസ തരില്ല. ഒന്നിക്കുപോയി കുറേ ദ്വാർക്കണമെന്ന് പറയും. ഒരുപാട് വിഷയം പറഞ്ഞിട്ട് ഇപ്പോൾ ഗൾഫിൽ വലിയൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ഇന്നലെ വിളിച്ചു പറയുന്നത്, ഇന്ന് നിങ്ങളാ ദ്വാരക്കേണ്ട പറഞ്ഞാൽ നമ്മളെ പേര് കൊടുത്തു. എന്നാലോ അപ്പം ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എന്നാൽ ആ ദ്വാരക്കാൻ പറഞ്ഞ ആൾക്കാർക്ക് ഇതിക്കൊരു ചാക്ക് സിമെൻറ്റേയും തന്നുകാണ് ദ്വാരിപ്പിച്ചൂടെ? അവർ കേൾക്കേണ്ട ശബ്ദം. അപ്പോൾ ഓർക്കൊക്കെ ഉള്ള പണിയാണ് കൊടുക്കേണ്ടത്. ദ്വാരക്കാൻ പറയുമ്പോൾ ഒരു 100 റുപ്യെങ്കിലും കൊടുത്തുകാണ് എന്ത് ചെയ്യുക, ദ്വാരിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ഫലം അവിടെ കാണും. അസ്സദഖത്തു റദ്ദുൽ ബലായ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ചായ ഒന്നും കൊടുക്കുന്നില്ല എല്ലാവരും. അത് നമുക്ക് പിന്നെ തുടങ്ങാല്ലേ. ചായ കിട്ടിയാൽ ആവശ്യം എന്താ അറിയോ, ഫ്ലാസ്കിന് കൊടുന്നാൽ എല്ലാം കൂടിയിട്ട് നമ്മൾ മക്കത്ത് മദീനത്തൊക്കെയുള്ള മാതിരി അൽഹംദുലില്ലാഹ് ആരും നിർബന്ധിക്കല്ല കേട്ടോ. ഒരു ഗ്ലാസ് നമ്മൾ എത്ര ആളെണ്ണം കണ്ടില്ല ഞങ്ങൾ. അപ്പോൾ ഒരു ഗ്ലാസ് ഫ്ലാസ്ക് ചായ കൊടുന്നാൽ എല്ലാവർക്കും പോകുന്ന സമയത്തൊന്ന് കൊടുത്താൽ റാഹത്താവും. സൗകര്യം ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടെങ്കിൽ അത് കൊടുക്കണം, നല്ലതാണെന്ന് പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹ്മാനായ അല്ലാഹ്, സാധുക്കളാണ് ഞങ്ങൾ, പാപികളാണ് റബ്ബേ, ദോഷികളാണ് റഹ്മാനെ. ഞങ്ങളെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കി തരണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞെട്ടറ്റ് വീഴുന്ന മരണം ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. പെടുന്നതിനുള്ള രോഗങ്ങളും ഞങ്ങൾക്ക് തരല്ല അല്ലാഹ്. ഒക്കെ പ്രായം ചെന്ന ഉപ്പമാരാണ് കൂടുതൽ വരുന്നത്. ചെറുപ്പക്കാർ നിരവധി നമ്മളെ മഹലിൽ പരിസരത്തൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഈ കാലുവേദനയും മുട്ടുവേദനയും ശരീരവേദനയൊക്കെ ഉള്ള പ്രായമുള്ള ആളുകളാണ്. നമ്മളെ ഫൈസുസ്താദൊക്കെ എത്ര ദൂരെ നിന്നാണ് നടന്നു വരുന്നറിയോ. അങ്ങനെ അവിടുന്ന് അങ്ങനെ കയറി വരുമ്പോൾ അംസക്കുട്ടിയാജി അടക്കം ഈ ഭാഗത്തുനിന്ന് കയറി വരുമ്പോൾ മെയ്തീൻ കുട്ടിയൊക്കെ സൈതാജി ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന ഓൽക്കൊക്കെ ഗേറ്റിൽ നിന്നാണ് കയറുമ്പോൾ കിതപ്പുകളാണ്. എന്നാലും 5 നേരം ജമാഅത്തിന് ഇങ്ങോട്ട് വരിക എന്നുള്ളത് ഈമാൻ്റെ പവറാണത്. അല്ലാഹുവേ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഞാൻ പേര് പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് ഉപ്പമാർ റഹ്മാനായ റബ്ബേ, ബക്കർക്ക് നേരത്തെ പറഞ്ഞിരുന്നു സുഹൃത്തിന് ക്യാൻസറാണ്, മക്കൾ കെട്ടിക്കാനൊക്കെ ഉണ്ട്. അദ്ദേഹം നമ്മളെ പള്ളിയിലേക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ചെയ്യുന്ന ആളാണ്. ഷിഫ കൊടുക്കണേ അല്ലാ, ഷിഫ കൊടുക്കണേ അല്ലാ, ഷിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ വീട്ടിലുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട ആരൊക്കെയുണ്ടോ, ഉമ്മയാണെങ്കിൽ വാപ്പയാണെങ്കിലും ഭാര്യയാണെങ്കിലും കുട്ടികളാണെങ്കിലും വല്ലാത്ത രോഗങ്ങൾ നൽകി ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. നമ്മളെ പള്ളിക്കാട്ടിൽ ഇത്തിരി പോകുന്ന കുഞ്ഞി കുട്ടിയടക്കം വയസ്സായ ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ. അതിൽ ഒരുപാട് മോശപ്പെട്ട ജീവിതം നയിച്ച ആളുകളും ഉണ്ട് റഹ്മാനായ റബ്ബെ. ആഹാരെയും നീ ഖബറിൽ ശിക്ഷിക്കല്ല അല്ലാ. എല്ലാവരോടും നീ കൃപ കാണിക്കണേ അല്ലാ. ഞങ്ങളൊക്കെ മൗത്ത് എവിടെ വെച്ചാണ് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ആഖിബത്ത് നന്നാക്കി ഈമാൻ കിട്ടി മരിപ്പിക്കണേ അല്ലാ. റബ്ബെ, ചെയ്യുന്ന ജോലികളിലൊക്കെ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കടക്കണിയിൽ കൊടുക്കല്ല അല്ലാ.
ജപ്തി ചെയ്തുകൊണ്ടിരിക്കുന്ന നോട്ടീസ് വന്നിട്ട് വീട് ജപ്തിക്കായിട്ടുണ്ടെന്ന് പറഞ്ഞ ലോണിൻ്റെ ആളുകളുണ്ട് കുറേ. നീ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا وارحم موتانا يا راحم المساكين آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. تقبل الله. السلام عليكم ورحمة الله.